കുടിക്കാതാണ് ഇരുന്ന് എഴുതുന്നേ. ഞാൻ ചായ കുടിച്ചല്ല. ഒന്നുകൂടെ കുടിക്കച്ചാ, ഒരു എനർജി ഒക്കെ അങ്ങ് വരട്ടെ. എടി കവിതേ, എന്തിനാണ് രാവിലെ നീ സോപ്പിട്ട് പതിപ്പിക്കണത്? നിനക്ക് എന്തോ ആവശ്യമുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. എന്നാ വളഞ്ഞു മൂക്ക് കുടിക്കാതെ നേരെ വാ. അച്ഛൻ എനിക്കൊരു സ്കൂട്ടർ വാങ്ങി തരണം. ഇപ്പൊ തന്നെ വേണോ അതോ ബാങ്ക് തുറന്നിട്ട് മതിയാ? തമാശ അല്ല അച്ഛാ, ബസ്സിൽ ഭയങ്കര തിരക്കാ. രാവിലെ തന്നെ ചവിട്ടും കുത്തും കൊണ്ട് കോളേജിൽ പോകാൻ എനിക്ക് പറ്റത്തില്ല. എന്നാ പേയ്മെന്റ് ഇവള് പറയുന്നത്? എടി കവിത, കോളേജിൽ പോകാൻ സ്കൂട്ടർ വേണം. അതിനെല്ലാം കൊറേ പൈസയാവൂലേ? അതിനൊക്കെ ലോൺ കിട്ടുമേ. ഇനിഷ്യൽ പേയ്മെന്റ് എന്തെങ്കിലും കൊടുത്താൽ മതി. എടി ഇനിഷ്യൽ പേയ്മെന്റ് ലോൺ ആയിട്ട് കിട്ടും. ഒന്ന് പോ അച്ഛാ. ഞാനൊക്കെ പഠിക്കാൻ പോയിരുന്നത് എത്ര കിലോമീറ്റർ നടന്നിട്ടാണെന്ന് അറിയാമോ? തുടങ്ങി പഴംപരാണം. ഞാൻ ഇതൊക്കെ കൊറേ കേട്ടതാ. എന്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ട് സ്കൂട്ടർ, എനിക്കും വേണോ ഒന്ന്. ഇനി ബസ്സിൽ പോകാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പൊ ബസ്സിലെ തിരക്കാണ് പ്രശ്നം. അതെ, അതൊരു പ്രശ്നം തന്നെയാണ്. അങ്ങനെ യാത്ര ചെയ്യാൻ പറ്റില്ല. അച്ഛന്റെ മനസ്സലിയുന്നുണ്ടെന്നാ തോന്നുന്നു. കനക, എന്തോ കവിതേ, ഒക്കെ നമുക്ക് പരിഹരിക്കാടി. ഈ കാര്യം നീ നേരത്തെ പറയായിരുന്നു. അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ടാലോന്ന് ഓർത്തിട്ടാ. എന്തിനീ? നീ ഹാപ്പി ആയിരുന്നാലേ അച്ഛനും ഹാപ്പി ആവും. വേണ്ട, പ്രേമേട്ടന്റെ പൊന്നു മോളല്ലേ നീ. ആശാനെ വിളിച്ചാ? ബസ്സിലെ തിരക്കാരനോയി കവിത കോളേജിൽ പോകാൻ പറ്റണല്ലോ. അതിന് അവക്കൊരു സ്കൂട്ടർ വേണമല്ലോ. വാങ്ങിച്ചു കൊടുക്കാശനെ. എടാ മണ്ട, നമ്മുടെ ഒരു വണ്ടി ഇവിടെ വെറുതെ കിടക്കല്ലേ. ഏത് വണ്ടി? നാടകവണ്ടി. അതിലാവുമ്പോ ലാവിഷായിട്ട് പോവുകയും ചെയ്യാലോ. നിനക്കാണെങ്കിൽ കോളേജിന്റെ പടിയും കയറാം. അതെ, ഞാൻ എങ്ങനെയെങ്കിലും പോയിക്കോളാം. നാടക വണ്ടിയില് കോളേജിലേക്ക്. നല്ല രസമായിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞ എല്ലാം ഇങ്ങ് തിരിച്ചെടുത്തേക്കുന്നു. കഷ്ടമാണ് പ്രേമേട്ടങ്ങളെ കാര്യം. അതെ, ഒരു കാര്യം പറയാനുണ്ട്. നമ്മുടെ സ്കൂട്ടറിന്റെ കാര്യം പറഞ്ഞപ്പോ ഒരു കാര്യം ആലോചിച്ചു. നമ്മുടെ മണിക്കൂട്ട ചേട്ടല്ലേ പലിശക്കാശ് സ്കൂട്ടറിൽ വന്നിണ്ടായി. എപ്പാ? ഇപ്പൊ കുറച്ചു മുമ്പ്. ഹലോ, ഇന്നെന്താ ബസ്സിൽ വരാഞ്ഞ്? നീ ഇല്ലാതെ ഞാൻ ഒറ്റയ്ക്കായി പോയില്ലേ? തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? ഉണ്ടല്ലോ, ഗ്ലോബൽ കേബിൾ വിഷൻ ചാനലിന്റെ MD ഞാൻ. നിങ്ങളുടെ വീട്ടിലെ ഗ്ലോബൽ ആണോ? എടോ, താൻ എന്റെ പുറകെ കിടക്കണ എന്റെ വീട്ടിലെങ്ങാണ്ട് അറിഞ്ഞാണ്ടല്ലോ. എല്ലാരും കൂടി ഇങ്ങ് വരും. വരട്ടെ, അപ്പൊ കാര്യങ്ങൾ ഈസി ആയല്ലോ. എല്ലാം നേരിട്ടങ്ങ് അവതരിപ്പിക്കാൻ. എന്താ അവതരിപ്പിക്കാൻ? ഇയാളെ കെട്ടണ കാര്യം അത് താൻ മാത്രം അങ്ങ് തീരുമാനിച്ചാ മതി. അതല്ലേ ഞാനിങ്ങനെ തന്റെ പുറകെ നടക്കുന്നത്. തന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പുറകെ നടക്കുന്ന എനിക്ക് ഇഷ്ടമല്ലാന്ന്. നിൽപ്പും സംസാരത്ര പന്തിയല്ല. ഇനിയിപ്പോ അവന് സ്കൂട്ടർ ഉള്ളതുകൊണ്ടാണ് ഇവന് സ്കൂട്ടർ വേണമെന്ന് പറഞ്ഞത്. വിശദമായിട്ടൊന്ന് അന്വേഷിക്കേണ്ടി വരും. ഈ പരിപ്പ് ഈ കലത്തിൽ വെവില്ല, പറഞ്ഞില്ലെന്ന് വേണ്ട. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥൻ അവന്റെ ഓരോ ചലനത്തിലും ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. അമ്മ, ഞാൻ ഇറങ്ങുവാണ്. കവി, കവി, നീ എന്തെങ്കിലും എടുക്കാൻ മറന്നിനാ? ഇല്ല. എന്റെ കൺസെഷൻ കാർഡ് കൊടുത്തു. ബാഗിലുണ്ട്. അപ്പൊ ഇതെന്നാന്ന്? അത് ഞാൻ മറന്നുപോയതാ. സാരില്ല, ഞാനോർത്ത് ബാഗിലുണ്ടായിരുന്നു. കോളേജിൽ പോവാറ്. അമ്മ, ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടേ വരുള്ളൂ. എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട്. നിന്റെ സ്പെഷ്യൽ ക്ലാസ് ഇന്ന് ഞാൻ പൊളിക്കിടി. പോയിട്ട് വരട്ടെ. പോയിട്ട് CBI പോട്ടെ. ആക്കല്ലേ? ഇന്നത്തോടെ ഞാൻ എല്ലാം തീർത്ത് തരാട്ടെ. അങ്ങനെ വിട്ടാ പറ്റില്ല. നടന്നു ആരോ വരാനുണ്ട്. ഇതവൻ തന്നെയായിരിക്കും ഉറപ്പാ. അമ്പടി ഭയങ്കര. ഇവനെയാണ് പ്രതീക്ഷ നടന്നത്. രണ്ടുപേരും ഞാനൊന്ന് പൊക്കൂടി. ഉറപ്പാടി ഇപ്പിടിഞ്ഞൊന്ന് പോണണ്ട. എടാ, ആംപ്ലിഫയറിന്റെ കേബിൾ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്യും. അതൊക്കെ ടൈറ്റ് ആണ്. പിന്നെന്താ ക്ലിയർ അല്ലാത്ത? അതെ, ഇനി ടൈറ്റ് ആക്കിയത് പൊട്ടിപ്പോവും. ചെയ്. ഏതുകുളം? എതുകുളോ? അല്ല, ഞാൻ മുതുകുളം. ആയിക്കോട്ടെ. ഗ്ലോബൽ മീഡിയയിലെ യദുരാജയല്ലേ? അതെ. ഞാൻ ഓഫീസിൽ പോയിനു. എന്താ കാര്യം? ഞാൻ കാതികൻ മുതുകുളം മധുകുമാർ. ഞാനല്ലെന്ന് പറഞ്ഞില്ലല്ലോ. അന്യം നിന്ന് പോകുന്നൊരു കലാരൂപമാണല്ലോ കഥാപ്രസംഗം. അതിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കണമെന്നുണ്ട്. നല്ല കാര്യം, നടക്കട്ടെ. അതിനെ യദു എന്നൊന്ന് സഹായിക്കും. ഞാനോ? എന്റെ കഥാപ്രസംഗം ഓരോ എപ്പിസോഡായിട്ട് ഈ ഗ്ലോബൽ മീഡിയ വഴി കാണിച്ച അന്യം നിന്ന് പോകുന്ന കഥാപ്രസംഗത്തിന് ഒരു പുനർജീവൻ ഉണ്ടാവും. അപ്പൊ ഞങ്ങളുടെ ചാനലിലെ ജീവൻ പോകൂലേ? ഹേയ്, എന്റെ കഥാപ്രസംഗം വഴി നിങ്ങളെ ചാനല് ഫേമസ് ആകുള്ളൂ.
ഇപ്പൊ അത്യാവശ്യം ലോക്കൽ പരസ്യം കിട്ടുന്നുണ്ട്, അതുകൂടി ഇല്ലാതാക്കണോ? അതെ, ഈ ലോക്കൽ പരസ്യം ഒക്കെ പോകും, പകരം വമ്പം പരസ്യം കിട്ടും. എന്തായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ. നോ പറയരുത്, എനിക്കൊരു അവസരം തരണം. എന്താണ് ഇത്? കക്ക പൊളിച്ചിട്ടാക്കണമല്ല, ഇപ്പോഴെങ്കിലും ശരിയാവും ഇത്. ഇപ്പൊ ശരിയാക്കി തരാ. നീ പപ്പൊളിക്കാതെ വേഗം ശരിയാക്കത്. വന്നു നീ പതിവാക്കിയിട്ടാണത്. എന്ത്? ഈ വഴി കിടപ്പേ ആശാനെന്റെ പ്ലഗ് ലൂസാണ്. പ്ലഗ് ലൂസാണ്, നീ ലൂസാണ്. ഇതിലേതാണ് ലൂസ് അല്ലാത്തത്? ലൂസ് അല്ലാത്തതുണ്ടല്ല. എന്ത്? ദേ ഇത് ഇത് ലൂസാണല്ല. ഇത് ലൂസാണ്. ഓ, ആശാൻ പറഞ്ഞത് കറക്റ്റാ. പരിചയമുള്ള ശബ്ദമല്ല. ഈശ്വര, ഈ വണ്ടി കേടായാലും പോലീസ് പിടിക്കോ? ഈ തള്ളന്ത് ഇവരുടെ കൂടെ കല്യാണം കഴിഞ്ഞവര് തള്ള. ഓ നിക്കണ നിപ്പ് കണ്ടില്ലേ, ഒരു നാടക മുതലാളി. മാറിയേ. സാറേ അല്ല സാറേ, ഈ നിക്കണ മകാനെ പിന്നെ ഇവനെ ദൈവനുള്ള കട്ടെടുത്തും പോരാഞ്ഞിട്ട് ഞങ്ങൾ ആട്ടണ. കട്ടെടുത്താ എന്ത്? അതിനവിടെ എന്തിരിക്കണ്? കുറെ മുക്കുകൊണ്ടിരിപ്പുണ്ട്. നാടകം കൊണ്ടാണ് എന്റെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കാൻ. ഒരു നാടകക്കാരൻ നടക്കണ നാടകക്കാരൻ, ഒരു യവനിക ടീച്ചേഴ്സ്, ഒരു പപ്പക്കുട്ടി ആശ. പിന്നെ ആട്ടണം. ഈ തള്ളനെന്താ ആട്ട് കോൺട്രാക്ട് എടുത്തണോ? ആട്ടുവടാ ആട്ടും, ഇനിയും ആട്ടും. സ്വന്തം ഭാര്യമാർക്കേ സ്വർണം വാങ്ങിച്ചു കൊടുക്കണം, അല്ലാതെ മുക്കോണ്ടല്ല വാങ്ങിച്ചു കൊടുക്കേണ്ടത്. വെറുതെ മനുഷ്യരെ ബുദ്ധിപ്പിക്കാൻ വേണ്ടി സമയം കളഞ്ഞ് ഞാൻ ജയിലിലും കിടക്കണം. ഒരെ പുലിമാലികളെ ഓർത്തു വെച്ചോ, ഞാൻ തിരിച്ചു വരും. അന്ന് തന്നെ എടുത്തോളാം കേട്ടാ. മുക്കോണ്ടം വെച്ച് പറ്റിച്ചവനെ ലാസ്റ്റാണ് സാറേ. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ജയിലിൽ പോയി സുഖമായിട്ട് ഉറങ്ങാൻ പറ്റില്ല സാറേ. വാ സാറേ. ആശാനെ, അവരിത്രയൊക്കെ പറഞ്ഞിട്ട് ആശാന്തം ഉണ്ടായിരുന്നു. ഞാനവിടെ തെറ്റുകാരൻ. അവൾക്ക് കട്ടുണ്ടുപോകാനായിട്ടേ സ്വർണ്ണമാല ഒളിപ്പിച്ചു വെച്ചില്ല. അത് പാടില്ല, അത് നടക്കില്ല, നടക്കില്ല. അത് നെഞ്ചിനകത്ത് തട്ടി തന്നെ പറയണം. ഒരുപക്ഷെ നിങ്ങളോടൊപ്പം വരണമെന്ന് തോന്നിയാൽ അതൊരിക്കലും എനിക്ക് വരാൻ കഴിയില്ല, കഴിയില്ല. ഉണ്ണികൃഷ്ണ, എന്താ നിന്റെ പാഷൻ? ഇതൊക്കെ തന്നെയാണ് പാഷൻ. എന്ത്? അല്ല, ഞാൻ ഉദ്ദേശം നാടകമാണ്. ചുമ്മാ പാഷൻ എന്ന് പറഞ്ഞാ പോരാ, എന്തു വില കൊടുത്തും അതിനെ പിന്തുടരണം. അതാണല്ലോ ഞാൻ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. എന്നിട്ട് നീ അത് അച്ചീവ് ചെയ്തോ? അതിന് ആശാനും കൂടെ വിചാരിക്കണ്ടേ? എടാ, അതിന് ഞാൻ മാത്രം വിചാരിച്ചിട്ട് എന്ത് കാര്യം? ആശാൻ ഓക്കെ, ബാക്കി ഓക്കെ ആക്കുന്നേരം ഞാൻ ഏറ്റു. നാടകത്തിലൂടെ വേണം എനിക്ക് സിനിമ കയറാൻ. എടാ, നാടകവും സിനിമയും തമ്മിൽ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. ആ ശരി. രണ്ടും രണ്ടായി തന്നെ നമ്മൾ കാണണം. നാടകത്തിന് അതിന്റേതായ ഒരു മേന്മയുണ്ട്. നാടകത്തിനെ സ്പോട്ടിൽ തന്നെ മറുപടി കിട്ടും, പ്രതികരണം പെട്ടെന്നായിരിക്കും. വളരെ ശരിയാണ്. അപ്പൊ നീ സ്ക്രിപ്റ്റ് വായിച്ച ഭാഗം ഒന്ന് അഭിനയിച്ചാണിച്ച്. എനിക്ക് കുറച്ച് വെള്ളം വേണം. വെള്ളം കുടിക്കുക, മൂത്രം ഒഴിക്കുക, ഇതന്നെയുള്ള നിന്റെ പരിപാടി. നാടകം വല്ലതും നടക്കോ? എനിക്ക് ഒന്നും കൂടെ ഡയലോഗ് അടിക്കുന്ന ആശാനെ. നീ എന്തെങ്കിലും ചെയ്, പഠിച്ചു കഴിയുമ്പോ എന്നെ വിളിച്ചാ മതി. ആശാനെ വെള്ളം. ആളോ, ഉണ്ണിക്കിത്തിരി വെള്ളം കൊടുത്തേ. ഹരികളിയും കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിക്കണത്. വേഗം ഡയലോഗ് ഓടിക്ക്. എടാ, നാടകം കണ്ണിന്റെ കല മാത്രമല്ല, ഹൃദയത്തിന്റെ കല കൂടിയാണ്. വേഗം സ്ക്രിപ്റ്റ് ഓടിക്കടാ. ആ, എന്താ നിന്റെ ആവശ്യം? വെള്ളം. അതല്ല, ഈ നാടകം പറഞ്ഞ് ഇവിടെ ചുറ്റിക്കളിച്ച് നടക്കുന്ന എന്തിനാന്നാ ചോദിച്ചത്? നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കും. തീക്കളിയാണേ, പറഞ്ഞില്ലാന്ന് വേണ്ട. നിന്റെ അമ്മാവൻ എന്നെ ഇവിടെ കൊണ്ടുവന്നു. ഞങ്ങൾ കട്ട ഫ്രണ്ട്സാ. എന്തു വന്നാലും അമ്മ വന്ന് നോക്കിയോളൂ. ഞാൻ അമ്മാവനോട് എല്ലാം പറയും. ഒരു കാര്യമില്ല, നിന്റെ അമ്മാവനെ ഈ പോക്കറ്റില്ല. നിന്നെയും കൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോകും. നമുക്ക് നോക്കാം. നോക്കാം. വന്നേച്ചി. നീ ഇതേടി എന്നെ തള്ളിക്കൊണ്ട് പോന്നു. ആ പറയാ. വന്നേ. എന്നാടാ നീ കാര്യം എന്നാന്ന് പറ. ഞാനിതിങ്ങനെ ചേച്ചിയോട് പറയണേ. നിന്റെ വായുണ്ട് അല്ലാണ്ട് എന്നെ വായില് വെള്ളം മൊത്തം പറ്റിയിരിക്കുക. നിനക്കെന്താ പനിക്കുന്നുണ്ടാ? കയ്യിരുതേ, ഇനി അതുകൂടി വരാനുള്ളൂ. നീ കൊറേ നേരെ വാലും തലയില്ലാണ്ട് ഓരോന്ന് പറയുന്നു. എന്നാ പ്രശ്നം? ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് ചേച്ചി ഒച്ച വെച്ച ആളെ കൂട്ടരുത്. ഇല്ല. ഇലക്ക് മുള്ളിനും കേടില്ലാതെ നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കണം.
നീ എന്നാന്ന് പറഞ്ഞാലല്ലേ എനിക്ക് പരിഹരിക്കാൻ പറ്റൂലൂ. ഈ കാര്യം ആശാന് താങ്ങാൻ പറ്റുന്ന സംശയമുള്ളതുകൊണ്ട് ഞാനിത് ആശാനോട് പറഞ്ഞിട്ടില്ല. ആശാൻ ഒരു ലോല ഹൃദയനാണല്ലോ. ഇനി ഇത് കേട്ടിട്ട് വല്ല അറ്റാക്കും വന്നാല കനക, നീ കളിക്കാണ്ട് കാര്യം പറ. നമ്മുടെ കൊച്ചു വഴി വഴിച്ചു പോണെന്ന് കാണുമ്പോ സങ്കടമുണ്ട് ചേച്ചി. ആര്യ പറയുന്നത്? നമ്മുടെ കവിത മോളുടെ കാര്യം. ഒരു പയ്യനായിട്ട് അവക്ക് ചില ചുറ്റിക്കളിയൊക്കെ ഉണ്ട്. നീ കണ്ടിനാ? ചേച്ചി, ഞാൻ എൻ്റെ ഈ സ്വന്തം 2 കണ്ണുകൊണ്ട് കണ്ടാണ്. അവന്റെ സ്കൂട്ടറിലാണ് അവളുടെ പോക്കും വരും. കവിത സ്കൂട്ടർ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ല. എന്തിനാന്ന്? 2 പേർക്കും കൂടി അവരുടെ സൗകര്യത്തിൽ ചുറ്റിയടിക്കാൻ. ഇതിലും വേദന വാങ്ങിച്ചു കൊടുക്കലായിരുന്നു. 2 കൂടി മുട്ടിരുമ്പി നടക്കൂലായിരുന്നില്ല. ഓളിങ് വരട്ടെ, ഓളെ ഞാനിന്ന് കൊല്ലും. ചേച്ചി എടുത്തായിരുന്നു ചെയ്യില്ലേ? കാര്യം പ്രണയാണ്. വാശി പിടിപ്പിച്ച കാര്യം കൈവിട്ടു പോകും. എന്നുവെച്ച് മിണ്ടാണ്ടിരിക്കാൻ പറ്റുമോ? അവൻ ആരാ എന്താന്നൊക്കെ ഞാനൊന്ന് അറിയട്ടെ. എന്തിനാന്ന്? കെട്ടിച്ചു കൊടുക്കാനാ? അല്ല, പൊട്ടിച്ചു കൊടുക്കാൻ. അതിനു മുമ്പ് എനിക്ക് ഓളോട് 2 ചോദിക്കാനുണ്ട്. വെറുതെ ഒച്ച വെച്ച് ഹേമേച്ചി അറിയിപ്പിക്കണ്ട. അറിഞ്ഞറിയാല കാര്യങ്ങൾ മൊത്തത്തിൽ കൈവിട്ടു പോകും. ഇത് നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ മതി. കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്കറിയാം എന്നാ ചെയ്യേണ്ടതെന്ന്. ചേച്ചി വരുന്നുണ്ട്, ചോദിച്ചോട്ടാ. മൂളെ പോരാ, ചോദിക്കണം. ഞാൻ ചോദിച്ചോളാം. ഞാൻ അവിടെ ഉണ്ടാവും. എന്തൊക്കെ നടക്കുമോ വേണ്ടി വരട്ടിങ്ങോട്ട്. കവിതേ, നീ എന്നാ ഇത്ര ലേറ്റ് ആയിന്? ഞാൻ പറഞ്ഞല്ലേ എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന്. നിന്റെ സ്പെഷ്യൽ ക്ലാസ് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആഹാ, അപ്പൊ അമ്മ ഇന്ന് കോളേജിലും വന്നിരുന്നോ? ഇങ്ങനെയാണെങ്കിൽ കോളേജിന്റെ പടി നീ അധിക കാലം കാണലുണ്ടാവൂലേ? ഈ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയേ? പറ്റിയത് എനിക്കല്ലല്ലോ, നിനക്കല്ലേ? നീ ഇന്ന് കോളേജിലേക്ക് എങ്ങനെ പോയിന്? ഞാൻ എങ്ങനെ പോയാലെന്താ? ഒരു സ്കൂട്ടർ വാങ്ങി തരാൻ പറഞ്ഞിട്ട് എനിക്ക് വാങ്ങി തന്നില്ലല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇന്നത്തോടെ നിർത്തിക്കൊള്ളണല്ല. എന്ത്? നിന്റെ ചുറ്റിക്കളിയിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ ചെക്കനെ ഈ നിമിഷം നീ മറന്നോളണം. ഓഹോ, അപ്പൊ അതായിരുന്നോ കാര്യം? അപ്പൊ ആരോ കാര്യമായിട്ട് തന്നെ മസാല ചേർത്ത് അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ നാട്ടിൽ എനിക്ക് പരിചയക്കാരില്ലാന്നാ നീ വിചാരിച്ചിനി? ഈ നാട്ടിന്നല്ല, ഈ വീട്ടിന്ന് തന്നെയാണോന്ന് എനിക്കൊരു സംശയം. ആള് കപ്പലിൽ തന്നെ ഉണ്ട്. അതാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അയ്യോ, കവിത മോള് കോളേജിൽ നിന്ന് ഇവിടെ കാണാ. നല്ല ക്ഷീണമുണ്ട് കേട്ടോ. മോള് ഫ്രഷ് ആയിട്ട് അകത്ത് പോയിട്ട് എന്തെങ്കിലും കഴിക്കണം കേട്ടാ. ചേച്ചി, ഞാൻ ക്യാമ്പിൽ കാണും. കൊച്ചിന് എന്തെങ്കിലും കൊടുക്കണം കേട്ടാ. ഓക്ക് വേണ്ടത് എന്താന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്. അമ്മേ, നിങ്ങൾ ചിന്തിക്കണ പോലെ എനിക്ക് ആരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനക്ക് നിന്നെ വിശ്വാസമില്ല. എന്നാ എനിക്ക് അങ്ങനെ ഒരു ബന്ധമുണ്ട്. ഞാൻ അവരെ തന്നെ കെട്ടുള്ളൂ. എന്തേ? ആണേ? എടാ കനക, നീ ഉറങ്ങുവെന്ന്? കനക, ഉറങ്ങാനും സമ്മതിക്കൂല. കിടന്നിട്ട് ഉറക്കം വരുന്നില്ലടാ. ചേച്ചി ഉറങ്ങാതിരുന്നിട്ട് എന്താ കാര്യം? കവിത ഉറങ്ങിയ? ഓളുറങ്ങി. ഈ കാണുന്ന പൊല്ലാപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവൾ ഉറങ്ങിയില്ലേ? ഓള് മാത്രല്ല, ഇതൊന്നും അറിയാണ്ട് പാവം പ്രേമേട്ടും നല്ല ഉറക്കത്തിലാ. ചേച്ചി പോയി കിടന്നുറങ്ങി. ടെൻഷൻ അടിക്കണ്ട, എല്ലാം നമുക്ക് നാളെ ശരിയാക്കാന്നേ. ഏതാടാ ചെക്കൻ? ഒടുക്കത്തെ ഹെൽമെറ്റ് വെച്ചാണ് മുഖം കാണാൻ പറ്റില്ല. നീ ഓളോട് ചോദിച്ചിട്ടാണെങ്കിലും ഒരു അക്ഷരം പറയുന്നുമില്ല. അവന്റെ പേരിന്റെ ഏതക്ഷരം പറയാത്ത? അതല്ലടാ, ആരാന്ന് പറയുന്നില്ലെന്ന്. പറയൂല. അവനെ രക്ഷപ്പെടുത്തണ്ട. ഇപ്പൊ അവനാണല്ലോ അവളുടെ ദൈവം. പ്രേമേട്ടനോട് പറയാണ്ട് എത്ര കാലം നമ്മളിത് രഹസ്യമായിട്ട് വെക്കുക? ആശാനെ വെറുതെ ടെൻഷൻ ആക്കണ്ട. ആ പാവം കിടന്ന് ഉറങ്ങിക്കോട്ടെ. ഇത് ഞാൻ പുഷ്പം പോലെ പരിഹരിച്ചു തരാം. പ്രശ്നമൊന്നും ആവൂലല്ലോ? ഇല്ല ചേച്ചി. ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ. ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റ്. എന്നാ നീ കിടന്നോ. ഇനി വിളിക്കില്ല. ഓ, സന്തോഷം. ഇനി വിളിക്കില്ലേട്ടാ. ചേച്ചി, അവൻ വന്നേച്ചി. എന്നിട്ട് കവിത വണ്ടി കയറി പോയി പിടിക്കടാ. വണ്ടി സ്റ്റാർട്ടാക്കി. പോണേച്ചി, പോണ്. വായി നോക്കി നിക്കാണ്ട് അവരെ പിന്നാലെ പോടാ. വിട്ടുകളരുത്. കട്ടി ഞാൻ പോണ്. കട്ടിയാൻ പറഞ്ഞിട്ട് ഇവനും ഹലോ ചേച്ചി, അവർ പമ്പ് റോഡ് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. നീ പുറകെ തന്നെ ഉണ്ടാവണേ. ചേച്ചി, എന്റെ വണ്ടി മാത്രല്ല, പുറകെ വേറെ ചില വണ്ടികളുണ്ട്. അതുകൊണ്ട് എന്നാടാ കാര്യം?
ബ്ലോക്ക് ആവുന്നതിന് മുന്നേ അവരെ പോയി പൊക്ക്. ചേച്ചി കുറച്ചും കൂടി പോയി കഴിഞ്ഞാലേ തൊരങ്കാണ്. അതിൽ കൂടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? കമന്ററി ചെയ്യാണ്ട് അവര് എവിടെയാന്ന് നോക്കടാ. ദൈവമേ. ചേച്ചി ഞാൻ ഒരു സത്യം പറയട്ടെ, അവരിപ്പോ കാണാനില്ല. എന്തിനാടാ നിന്റെ മുഖത്ത് ഇത്രയും വലിയ കണ്ണ് തന്നിനി? പോയി നോക്കടാ. ചേച്ചിന്റെ കയ്യിൽ വിമാനമല്ല ഉള്ളത്, പരശുരാമന്റെ കാലത്തുള്ള സ്കൂട്ടറാണ്. ഇത് ഓടിച്ചെങ്ങനെ എത്തും? ദൈവമേ. ചേച്ചി കട്ട് ചെയ്യ്, ഞാൻ ഒന്ന് ഫോളോ ചെയ്യട്ടെട്ടാ. ഫോളോ ചെയ്യട്ടെ. ഹെൽമെറ്റ് കമ്മുക എന്റെ അവസാനാടാ. ഹലോ, ചക്കച്ചുള ജിത്തു അല്ലേ? അതെ, ചക്കച്ചുള ജിത്തു സ്പീക്കിംഗ്. അതെ, ഞാൻ കനകനാ. ഞാൻ പറഞ്ഞാൽ മുമ്പിലൊന്ന് പെട്ടുണ്ട്. ആണോ? എന്നാ അവിടെ പിടിച്ചു നിർത്തി. അവരെ ജംഗ്ഷനിലുള്ള സെക്കൻഡ് വൈഫ് റെസ്റ്റോറന്റിലുണ്ട്. ഞാനിതാ എത്തി. ഇന്നത്തോടെ അവന്റെ പൂതി നമുക്ക് മാറ്റാം. അതെ, കൊല്ലണ്ട, ഒന്ന് പേടിപ്പിച്ച് വിട്ടാ മതി. നന്നായി ജോലി ചെയ്യാതെ കൂലി വാങ്ങുന്ന പതിവ് ചക്കച്ചുളക്കില്ല. എവിടെ ആള്? ആ റെസ്റ്റോറന്റിന്റെ അകത്തുണ്ട്. അകത്ത് കയറി കൈകാര്യം ചെയ്യണോ അതോ പുറത്ത് മതിയോ? അകത്തെങ്ങാനും കയറി അടിച്ചു പൊളിച്ചു കഴിഞ്ഞാൽ ഗ്ലാസും കസേരയൊക്കെ പൊളിയും കേട്ടാ. പോലീസുകാർ വന്നാൽ പിന്നെ വലിയ പ്രശ്നമാവും. അപ്പൊ സീന് പുറത്ത് വെച്ച് അതെ, ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ച് ആളായ. പിന്നെ ഇവിടെ ബോറടിച്ചു തുടങ്ങി. ആണോ? നല്ല സൗകര്യങ്ങളൊക്കെ അവിടെയല്ലേ, അതിനുള്ള ഒരു അവസരം ഒത്തു വരണ്ടേ? അതല്ല ഞാൻ തന്നിരിക്കണത്. ഒന്നും നോക്കണ്ട, ഇനി അവന്റെ ഈ കറക്കത്തിനുള്ള കൊതി ഉണ്ടാവരുത്. എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അടിയുടെ കറക്കം തീരണമെങ്കിൽ കുറച്ചു കാലം എടുക്കും. ഈ തല്ല് കാമുകിമാരെ ബീച്ചിലും പാർക്കിലും റെസ്റ്റോറന്റിലും കൊണ്ടുകിടന്ന് പഠിക്കാൻ വിടാത്ത എല്ലാ കാമുകിമാർക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. റൂൾസ് ഒക്കെ റെഡിയാക്കിക്കോ. ഓക്കെ ബോസ്. ദേ അവരിറങ്ങണ്ട്. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. പയ്യനെ കണ്ടിട്ട് നല്ല ജിം ബോഡിയാണ്. ഇതെന്താ ചേട്ടാ ഈ കോലത്തില്? അതൊക്കെ വെക്കട്ടെ. എങ്ങോട്ടാ രണ്ടാളും കൂടെ? കോളേജിലേക്ക്. ഇതാണ് നിന്റെ കോളേജ്? അത് ഞാൻ ജ്യൂസ് കുടിക്കാൻ ഒരു കമ്പനി കൊടുക്കാൻ വന്ന. നിന്റെ കമ്പനി കൊടുക്കല്ലേ ഇന്നത്തോടെ തീരും. കറങ്ങിട്ട് മാറി വെക്കും, ഞാൻ കോളേജിൽ പോട്ടെ. രണ്ടാലും അറിഞ്ഞിട്ട് പോയാ മതി. എന്ത്? നീ ഇന്നലെ സൂചിച്ചോട് പറഞ്ഞത് ഇപ്പൊ കൈയോടെ പിടിച്ചപ്പോ കിടന്ന് ഉരുളണ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? ചക്കച്ചോളെ, ആ ഹെൽമെറ്റ് ഊരിട്ട് അവന്റെ മുഖത്തൊക്കെ ഒന്ന് പൊട്ടിച്ചേ. രാവിലെ തന്നെ കോളേജിലേക്കെന്ന് പറഞ്ഞ് ഇറങ്ങിയിട്ട് കണ്ണി കണ്ട ചെറുക്കന്മാരോ കറങ്ങിയടിക്കല നിന്റെ പണി. ഹെൽമെറ്റ് ഊരാ. അടിക്കണോ നിനക്കെന്നെ? അടിക്കടാ. ഇത്ര പെട്ട പെണ്ണായ ആശാനെ നമ്മൾ പെട്ടു. എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ ഇയാളാരാ? സംഭവിക്കാൻ പാടില്ല, സംഭവിച്ചു. ശരി, അത് കഴിഞ്ഞില്ലേ? മോൾ ക്ഷമിക്കും. എന്റെ ഫ്രണ്ടിന്റെ അവിടെ ഉണ്ടായിരുന്ന അത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് ഇയാളുടെ നാണം കെടുത്തി. അതിന് ആര് സമാധാനം പറയും? കനകന് വേണ്ടി ഞാൻ ക്ഷമ ചോദിക്കുന്നു. പോരെ? എന്റെ കാര്യത്തിൽ ഇടപെടാനും ചോദ്യം ചെയ്യാൻ അച്ഛന് അധികാരമുണ്ട്. ഇയാൾ ആരാ അതൊക്കെ ചോദിക്കാൻ? ഇയാൾ ഞങ്ങളുടെ ആരാ? എന്ത് ബന്ധം ഇയാൾക്ക് ഈ വീടുമായിട്ടുള്ളത്? കവിതേ, നീ അതിരടക്കണട്ടാ. എവിടുന്നോ വലിഞ്ഞു കയറി വന്നയാൾ എന്റെ കാര്യത്തിൽ ഇടപെടണ്ട. അല്ലേലും അട്ടയെ പിടിച്ച് മെത്തേ കിടത്തിയ അത് കിടക്കത്തില്ല. ആ ചെളിക്കുണ്ടിലെ സ്വഭാവം തന്നെ അത് കാണിക്കൂ. അട്ടയെന്നാ അവനെന്റെ കൂടിപ്പുറപ്പാടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പ്രേമേട്ടാ, എവിടുന്നോ വലിഞ്ഞു കയറി വന്ന ഇവന് വേണ്ടി എന്റെ മോളെ നിങ്ങൾ തല്ലിയല്ലേ? നീ വാ മോളെ. എന്റെ മോളെ ഭരിക്കാനും ഞാൻ ഇവിടെ ആർക്കും അവകാശം കൊടുത്തിട്ടില്ല. എന്ത് കാര്യത്തിന് ആശാനെ മോളെ തല്ലിയത്? എനിക്കല്ല തെറ്റ് പറ്റിയത്. കനക, നമുക്ക് ഈ വിഷയം വിടാം. എനിക്കങ്ങനെ വിടാൻ പറ്റില്ല സാർ. നമ്മളെ കവിത മോൾ ഒരിക്കലും ചതിക്കുഴി വീടുന്ന് കരുതിട്ട ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു. അതെനിക്ക് അറിഞ്ഞൂടാ. പോട്ടടാ. ഇതിലൊക്കെ ഇടപെടുമ്പോ ഞാൻ ഓർത്തില്ല ആശാനെ ഞാൻ ആരാണെന്നുള്ള കാര്യം. ആരുമില്ലാത്തതൊന്നും ആരില്ലാത്തതും തന്നെയാ. അത് എത്രയൊക്കെ കൂട്ടിച്ചേർത്താലും ശരിയാവൂല ആശാനെ. കനക, പപ്പുകുട്ടേഷൻ സങ്കടപ്പെടണ്ട. അങ്ങയുടെ മകന്റെ വലതുഭാഗത്ത് ഇത്രയും കാലം ഞാൻ ഉണ്ടായിരുന്നു. നാടകത്തിന് വേണ്ടി ഊണും ഉറക്കവും കഴിച്ച് ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞാൻ പോവാണ്. നമ്മളെ കൊണ്ട് ആർക്കും ഉപകാരം ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഉപദ്രവം ഉണ്ടാവരുതല്ലോ. ആശാനെ ഞാൻ ചങ്കുകൊടുത്ത് സ്നേഹിച്ചിട്ടുണ്ട്.
ആശാനെ പിരിയാന്ന് വെച്ചാൽ മരിക്കണേന്ന് തുല്യ. പക്ഷെ എനിക്ക് പോണം. ഞാൻ കാരണം ആശാനൊരു വിഷമം ഉണ്ടാകുന്നതും ഈ കുടുംബം തകരുന്നതും എനിക്ക് സഹിക്കാൻ പറ്റില്ല. നിനക്ക് എന്നെ വിട്ട് പോകാൻ പറ്റൂടാ? പോണാശാനെ, ഞാനിവിടെ നിന്നതിന് ശരിയാവൂല. ഇനി ഞാൻ എവിടേക്കും വിടൂല. വെറുക്കപ്പെടുന്ന സ്ഥാനം എന്നും പടിക്ക് പുറത്താശാനെ. അവരാ നേരത്തെ ദേഷ്യത്തിന് ഓരോന്ന് പറഞ്ഞു നിർത്തി. നീ ഇങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കല്ലേ? ആ വെറുപ്പ് ഉള്ളിലുള്ളിടത്തോളം കാലം ആർക്കും എന്നോട് പഴയതുപോലെ പെരുമാറാൻ പറ്റില്ല. കളിയും ചിരില്ലാത്ത വീട്ടില് കനകന് നിൽക്കാൻ പറ്റില്ല ആശാനെ. നീ എന്നെ മാത്രമല്ല വിട്ടുപോണ, നാടകത്തെ കൂടിയാ. ഹരികളെയും കൊണ്ടുവന്ന ഉണ്ണികൃഷ്ണനെ ഇനി മുതൽ ആശാൻ അനുമാനമായിരിക്കും. അവൻ നല്ല നടനാ, എന്നെക്കാളും നന്നായിട്ട് അഭിനയിക്കും. നീ ഒരു നടൻ മാത്രമായിരുന്നല്ലോ ഞങ്ങൾക്ക്. ആശാൻ എന്നോട് ഇഷ്ടം തന്നെയാണെന്ന് എനിക്കറിയാം. ബാക്കിയുള്ളവർക്ക് ഞാൻ പുകഞ്ഞ കൊള്ളിയ. നീ എന്തൊക്കെയാടാ ഈ പറയണം? ഞാൻ നല്ല നടനാവും ആശാനെ. ആർപ്പുവിളികളുടെയും ആരവങ്ങളുടെ ഇടയിലൂടെ ഞാൻ എൻ്റെ ആശാനെ ഒന്ന് കാണും. അന്നെൻ്റെ പിന്നിൽ ജയാരവങ്ങൾ വിളിച്ച് ഒരുപാട് കൈകളുണ്ടാവും. എൻ്റെ ഗുരുവായ ആശാന്റെ പേര് ഞാൻ വാനോളം ഉയർത്തും. പറ്റാശനെ. പിന്നെ ആശാനെ, നമ്മുടെ നാടകവണ്ടി ആരും ഓടിച്ചാലും സൂക്ഷിച്ചു ഓടിക്കാൻ പറയണം. സ്വന്തം കുഞ്ഞിനെ പോലെ കൊണ്ടിടുന്നതാണേ. കനക,